അനുമോളുടെ വിജയത്തെ എങ്ങനെയാണ് ഇപ്പോൾ നോക്കി കാണുന്നത്? ഫാനാണോ? അതെ, എന്തുകൊണ്ടും ഫാൻ തന്നെയാണ്. അനുമോളുടെ വിജയം എന്തുകൊണ്ടും അതൊരു ഡിസേർവിങ് വിൻ തന്നെയായിരുന്നു. കാരണം പ്രേക്ഷകരായിട്ട് നമ്മൾ കാണുമ്പോഴായാലും വേറെ കണ്ടസ്റ്റൻസ് അനുമോളെ എത്രത്തോളം അത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ ഹ്യൂമാനിറ്റി ഉള്ള ആർക്കായാലും ഒരു ഫീലിംഗ് വരും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ കപ്പ് അനുമോൾക്ക് ജയിക്കണം എന്ന് തന്നെയായിരുന്നു. കുറേ പേർ കരച്ചിൽ റാണിയാണ് കുലസ്ത്രീ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് BBയിൽ. കരച്ചിൽ റാണി എന്ന് പറയാനിപ്പം ഒരാൾ ഇത്രത്തോളം എക്സ്പ്രസീവ് ആയെന്ന് വെച്ചാൽ മറ്റേ ആൾ ചിലപ്പം ഇമോഷണലി ഇച്ചിരി കൂടെ എക്സ്പ്രസീവ് ആയിരിക്കത്തില്ല. നേരിച്ച് അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസും മിക്ക കണ്ടസ്റ്റൻസും ഒളിഞ്ഞു നിന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുമോള് മാത്രമല്ല ഇച്ചിരി എക്സ്പ്രസീവ് ആയിട്ട് നേരിട്ട് നിന്ന് കരയുന്നത്. കാരണം ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് കാരണം തന്നെ കരയുന്നതും തന്നെയാണ്. അവസാനം എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ഇത് തോന്നി. എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തി? കാരണം എത്രത്തോളം എഡിറ്റ് ചെയ്താലും നമ്മളെ എവിടെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പോലും എപ്പിസോഡ്സിൽ ഒറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. അനുമോളെ മാറ്റി നിർത്തി എല്ലാവരും ടാർഗറ്റ് ചെയ്ത്, എസ്പെഷ്യലി അപ്പാനി അങ്ങനെ അവരൊക്കെ ടാർഗറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് PR-ന്റെ ബലത്തിലാണ് ജയിച്ചെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള മിക്ക ആൾക്കാർക്കും PR ഉണ്ട് കേട്ടോ. കാരണം PR ഉണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞാൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരും ഒരു ഹ്യൂമാനിറ്റി കൺസേൺ അല്ലെങ്കിൽ ഒരു വോട്ടോ, ഇതിപ്പോൾ അവിടുത്തെ കാൻഡിഡേറ്റ്സ് തന്നെയാണ് അനുമോളിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തത്, ടാർഗറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ PR-ന്റെ ബലം മാത്രമല്ല, ചിലപ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് 16 ലക്ഷം എന്നുള്ള എമൗണ്ട് കേട്ടിട്ടാണോ ആൾക്കാർ കൂടുതൽ ജഡ്ജ് ചെയ്യാൻ നോക്കിയത് എന്നൊരു ഇത് പറ്റണം. മേ ബി, മോസ്റ്റ് പ്രോബബ്ലി. കാരണം അനുമോൾ ഈസ് എ സീരിയൽ ആക്ട്രസ് ടു ബി ഓണസ്റ്റ്. അപ്പം എന്ത് വന്നാലും ഒരു എമൗണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബലത്തിൽ ആൾക്കാർ പറയുന്ന പോലെ അത് വ്യക്തിപരമാകുമോ അല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി അത് ബേസ്ലെസ് ആണ്. അനുമോൾ, ആദില, നൂറ ഫ്രണ്ട്ഷിപ്പ് അവസാന നിമിഷം കുറച്ച് നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എങ്ങനെയാണ് തോന്നി? അവർ ഒന്നിക്കുമെന്നൊരു വിശ്വാസം അത് പറയാൻ പറ്റത്തില്ല. കാരണം ബിഗ് ബോസ് ഇസ് ഫൈനലി എ ഗെയിം. അപ്പോൾ ഗെയിമിനകത്ത് എന്താണ് അവർ കാണിച്ചത്, അത് ഗെയിമിൻ്റെ ഇതിലായിരുന്നോ സ്ട്രാറ്റജി ആയിരുന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഹോപ്പ്ഫുള്ളി നാളെ കാലത്ത് അവർ ഫ്രണ്ട്സ് ആവാൻ ചാൻസ് ഉണ്ട്. ശൈത്യ റീഎൻട്രി വന്നതിന് ശേഷം പിന്നെ കുറച്ച് സീൻസൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ അതിനെ നോക്കുന്നത്? ശൈത്യ ഇറങ്ങുന്നതിന് മുമ്പേ നേരത്തെ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ വിചാരിച്ചു അത് ലാസ്റ്റിലെല്ലാം എൻഡായിരുന്നു. പക്ഷെ അത് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇല്ലേ, ലാസ്റ്റിൽ ശൈത്യാണെങ്കിൽ അവിടെ എന്തോ നമ്മുടെ എസ്പെഷ്യലി ഗാർഡൻ ഏരിയക്കകത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അതാണെങ്കിൽ എന്താണ് PR ബേസ്ഡ്, അതിൻ്റെയൊക്കെ ബേസ് ചെയ്ത് ബേസിക്കലി ഇവിടെ ശൈത്യ അനുമോളെ PR ബേസ് ചെയ്തൊക്കെ പറയുന്നത്. ബേസിക്കലി ശൈത്യ തന്നെയാണ് ഇങ്ങനെ ചുമ്മാ താഴ്ത്തി പറയുന്നത്. ബിക്കോസ് ഇന്നത്തെ അനുമോൾ മുന്നിട്ട് വരെയില്ല, അനുമോൾക്ക് അത് കൂടുതൽ അറ്റൻഷൻ കിട്ടും. അതൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആയി. എക്സാക്ട്ലി, അതൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആയി മാറി. അത് തിരിച്ച് വന്നിട്ട് ഇത്രയും ഇതാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പിന്നെയും പുള്ളിക്കാർക്ക് ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി അടിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഇത്ര നെഗറ്റീവ് വന്നത് ആൾക്കാർക്കിടയിൽ കൂടുതൽ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? അനുമോളുടെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ടോ? പക്ഷേ അത് നെഗറ്റിവിറ്റി കാരണം, ശൈത്യ കാരണം അവാർഡ് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഗെയിം കളിക്കും പിന്നെയും അവിടെ വന്ന് പിന്നെയും തളർത്താനാണ് നോക്കിയത്. അപ്പം അത് ഒരിക്കലും ഒരു റീസൺ അല്ല. അനുമോൾ ഒറ്റയ്ക്ക് ബലത്തിൽ തന്നെയാണ് വന്നത്. അത് ഉറപ്പ് തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് അനുമോളെ വെൽക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹോപ്പ്ഫുള്ളി നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ വന്നത് ഒറ്റയടിക്കാണ്. ഇതുപോലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 5 PM ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ഇതിൽ അനുമോളെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഹൈ അറിയണം, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പ്ലാനായിട്ടല്ല, കാണാനുള്ളൊരു എല്ലാ എപ്പിസോഡ്സും കണ്ടിട്ടുണ്ടോ? അതെ. അനുമോളെ നേരത്തെ കണ്ടിട്ടുണ്ടോ? അതോ അനുമോളെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.